നമ്മുടെ ശ്രമങ്ങൾ പലതും പരാജയപ്പെട്ടേക്കാം. എന്നാൽ ശ്രമിക്കാൻ നമ്മൾ പരാജയപ്പെടരുത്. ഒന്നുകൂടി പറയാം, നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം, എന്നാൽ ശ്രമിക്കുവാൻ നാം പരാജയപ്പെടരുത്. പരിശ്രമം. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുതന്നെ ഒരു കപ്പാസിറ്റിയാണ്. ചിലരെന്തെങ്കിലും തുടങ്ങിയാൽ അവർക്കത് നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങി, ആ കച്ചവടം പൊട്ടി പരാജയപ്പെട്ടാലും അതിൽ തന്നെ തൂങ്ങിക്കിടക്കുന്ന, ഒന്നുമില്ലാതെ കാലി അടിച്ചിരിക്കുന്ന ചില കടകൾ കണ്ടിട്ടുണ്ടോ? PG വർഗീസ് അങ്കിളാ പറഞ്ഞത്. ഒരു വലിയ കപ്പാസിറ്റിയാണ് നിർത്തുവാനുള്ള കപ്പാസിറ്റി. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള കപ്പാസിറ്റി. ചിലത് നമ്മൾ ആരംഭിച്ചു പോയി എന്ന് കരുതി അത് അവസാനം വരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. കുടുംബജീവിതം ആരംഭിച്ചാൽ അവസാനം വരെ കൊണ്ടുപോകണം. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില ബിസിനസ്സുകൾ, അതൊക്കെ ഇംഗ്ലീഷുകാർ, അവരതിനകത്തൊരു വലിയ പ്രോഗ്രസ് കണ്ടില്ലെങ്കിൽ അവരത് ഉടനെ നിർത്തിക്കളയും. അങ്ങനെയാണല്ലോ ഇന്ത്യ ഇട്ടേച്ച് അവർ പോയത്. അല്ലെങ്കിൽ ഇന്ത്യയെ തൂങ്ങിപ്പിടിച്ച് അവർ കിടക്കത്തില്ലേ? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഒന്നിൽ തന്നെ തൂങ്ങിക്കിടക്കും. വേണ്ട, പലതും പരാജയപ്പെടാം, എന്നാൽ വീണ്ടും ശ്രമിക്കണം. ശ്രമിക്കാൻ ഒരിക്കലും പരാജയപ്പെടരുത്. പരിശ്രമം, കഠിനാധ്വാനം, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തും. ഓരോ ജീവികൾക്കും ദൈവം ഈ പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന അതാണ് പരിശ്രമം. ഒരു വലിയ പരിശ്രമമാണ് പലരെയും വിജയത്തിൽ എത്തിച്ചത്. നമ്മുടെ വീട്ടിലെ എലിയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്തത്, ഏത് പഴുതടച്ചാൽ അവൻ വേറെ വഴിയായിട്ട് വരും. അവനൊരു പരിശ്രമം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ വർദ്ധിച്ച് പെരുകുന്നത്. പരിശ്രമമുള്ളവർ വർദ്ധിച്ച് പെരുകും. അതിൻ്റെ തെളിവാണ് നമ്മുടെ വീട്ടിലെ എലി. ചില ജീവികൾ വംശനാശം നേരിട്ടു. അവർക്ക് പരിശ്രമം കുറവാണ്, അവർക്ക് വിജയം കാണാൻ കഴിയാതെ പോയി, അവരുടെ ജനറേഷൻ ഇല്ലാതെ പോയി. എന്നാൽ പരിശ്രമമുള്ളവർ വിജയിച്ചിരിക്കും. ആശ്രയിക്കുക, ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക, പരിശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വകയായിട്ട് നമ്മളൊരു പരിശ്രമത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചാൽ അതായിരിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായി തീരുന്നത്. ചിലപ്പോൾ നമ്മൾ ഓർക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാകില്ല, എന്നാൽ അതായിരിക്കും ചിലപ്പോൾ വലിയ ഗുണത്തിലെത്തിക്കുന്നത്. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് പരിശ്രമം വിട്ടുകളയരുത്. ചില കോഴ്സുകൾ ഇടയ്ക്ക് വെച്ച് നിർത്താൻ തോന്നും, വേണ്ട, അത് കംപ്ലീറ്റ് ചെയ്യുക. ഇല്ല, അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, സാരമില്ല, അടുത്ത കോഴ്സിന് പരിശ്രമിക്കുക. ഏതായാലും പരിശ്രമം നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിൽ എത്തിക്കും. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാത്രത്തിലെ, ഒരു കലത്തിലെ തൈരിനകത്ത് 2 തവളകൾ വീണത്. ഒരു തവള കുറേയൊക്കെ കയ്യും കാലും ഇട്ട് അടിച്ചു. അവസാനം കൂടെയുള്ള തവളയോട് പറഞ്ഞു, ഇല്ല, എനിക്ക് വിജയിക്കാൻ കഴിയില്ല, ഞാൻ മരിക്കും. അതുപോലെ തന്നെ ആ തവള ചത്ത് അതിനകത്തോട്ട് താന്നുപോയി. മറ്റേ തവള പറഞ്ഞു, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, എന്നാൽ ഞാൻ മാക്സിമം ശ്രമിക്കും, എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. ആ തൈരിനകത്ത് കിടന്ന് 2 കൈയും കാലും ഇട്ട് അടിച്ച് 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 അങ്ങനെ വന്നപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. അതിനകത്ത് വെണ്ണയുണ്ടായി വന്നു. തൈരിനകത്ത് വെണ്ണയുണ്ടായി. ആ വെണ്ണയുടെ മുകളിലോട്ട് കയറി നിന്നു. ഒന്ന് വിശ്രമിച്ച ശേഷം ഒറ്റ ചാട്ടം വെളിയിലേക്ക്. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ പരിശ്രമമായിരിക്കും ആ കയ്യും കാലും ഇട്ടടിച്ച് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ആ ഒരു സംഭവമായിരിക്കും പുതിയ വെണ്ണകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് പുതിയ വെണ്ണകൾ നമുക്ക് വേണ്ടി രൂപപ്പെടാൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലോട്ട് വരാം.
അതിൽ ഏക മനുഷ്യൻ്റെ 19-ാം വാക്യം, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്നല്ല, തീരും. കർത്താവിൻ്റെ അനുസരണത്താൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശ് വരെ ക്രൂശോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അനേകർ നീതിമാന്മാരായി തീരും. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി പേര് നീതിമാന്മാരായി തീരും. നമ്മുടെ സമൂഹത്തിൽ അനേകായിരങ്ങൾ നീതിമാന്മാരായി തീരും. നമ്മുടെ രാജ്യത്ത് നല്ലൊരു പങ്ക് ആൾക്കാർ, ഉന്നത നേതാക്കന്മാർ, രാജ്യത്തെ ഭരിക്കുന്ന ഭരണഘടനയിലുള്ളവർ, പ്രതിപക്ഷത്തുള്ളവർ, അങ്ങനെ വലിയൊരു സമൂഹം നീതിമാന്മാരായി തീരും. ഇന്ന് സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന പലരും നീതിമാന്മാരായി തീരും. അവിടെ പൗലോസ് പറയുന്നു, ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ കർത്താവിനെ വിളിക്കാത്തവരുണ്ടെങ്കിൽ അവർ നീതിമാന്മാരായി തീരും. നിങ്ങളോടും സുവിശേഷത്തോടും ദൈവസഭകളോട് എതിർക്കുന്നവരുണ്ടെങ്കിൽ, അവർ പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ നീതിമാന്മാരായി തീരും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ നീതിമാന്മാരായി തീരും. കാരണം ഒരുവൻ അതിനു വേണ്ടി ക്രൂശിൽ വില മുടക്കിയതാണ്. ഒരുവൻ അതിനു വേണ്ടി വില കൊടുത്തതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടേ മതിയാവൂ. സക്കായിയുടെ വീട്ടിലേക്ക് മനഃപൂർവ്വം കടന്നു ചെന്ന യേശുവിനെ പോലെ ദൈവവചനം ഒത്തിരി സക്കായിമാരുടെ, സമൂഹത്തിലെ ഉന്നതന്മാരുടെ, സമൂഹത്തിലെ ഏറ്റവും വലിയ പാപികളുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിന് പോകാൻ വചനമാകുന്ന കർത്താവിന് താല്പര്യമുണ്ട്. ആ വചനത്തിൻ്റെ, ആ സന്ദേശത്തിൻ്റെ വാഹകരായി നമ്മൾ പുറപ്പെട്ടാൽ മതി. ഒരു പോസ്റ്റ്മാൻ്റെ ജോലി, ടെലഗ്രാം കൊടുക്കുക, കത്ത് കൊടുക്കുക. ടെലഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അന്ന് ടെലിഫോൺ സംവിധാനം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കില്ല. ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ജ്യേഷ്ഠൻ മരിച്ചു. ഒറ്റ വാക്കേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് എക്സ്പയർഡ്. അപ്പോൾ ടെലഗ്രാം ഈ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ എന്തോ ഷോർട്ട് ഡാഷ് എന്നൊക്കെ ഒരു സംവിധാനമുണ്ട്. അങ്ങനെ വെച്ച് ഒരു സാധനം ഇങ്ങനെ അടിക്കും. ഈ സിഗ്നല് മറ്റൊരു സ്റ്റേറ്റിലുള്ള പോസ്റ്റ് ഓഫീസിൽ അതുപോലെ അടിക്കും. അത് കേട്ട് അവർ അത് തിരിച്ചറിഞ്ഞ് എഴുതിയെടുക്കും. അന്ന് വേറെ യാതൊരു സംവിധാനവുമില്ല. ഇത് കേട്ട് ഇവിടുന്ന് കരഞ്ഞ് വിളിച്ച് എല്ലാവരും കൂടി പോയതൊക്കെ ഓർമ്മയുണ്ട്. അന്ന് സന്ദേശങ്ങൾക്ക് വലിയ സാധ്യതകളില്ല. സന്ദേശങ്ങൾ അറിയിക്കാൻ ഒരു കത്ത് വരാൻ മാസങ്ങളെടുക്കും. ഇന്നോ വാട്സപ്പിൽ എന്തെല്ലാം ഫോട്ടോ അയക്കാം, വീഡിയോ അയക്കാം, എന്തെല്ലാം സൗകര്യമാണ്, എന്തെല്ലാം സംവിധാനങ്ങളുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സന്ദേശങ്ങൾക്ക് കൂടുതൽ സാധ്യത. പണ്ട് യേശുവിനെക്കുറിച്ച് ഒരാൾക്ക് ഒരു സന്ദേശം അയക്കാൻ നാളുകളെടുക്കുമെങ്കിൽ ഇന്ന് അതേ സെക്കൻഡിൽ നിങ്ങൾക്ക് ഒരാളെ നീതിയിലേക്ക് തിരിക്കാൻ കഴിയും. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും ശോഭിക്കുമെന്ന് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണാം. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, തേജസ്സിനെ പോലെ ഒക്കെ നമ്മളായിത്തീരുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് സന്ദേശങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് നല്ല സന്ദേശം തരികയാണ്. യേശു ക്രിസ്തുവിലൂടെ നാം അനുഗ്രഹിക്കപ്പെടും. അനേകർ നീതിമാന്മാരായി തീരും. നീതിമാന്മാരായി തീരും. നമ്മുടെ കുടുംബാംഗങ്ങൾ നീതിമാന്മാരായി തീരും. നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ ദേശക്കാർ നീതിമാന്മാരായി തീരും. കാരണം അതിനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഈ സന്ദേശം എത്തിക്കുക, ഇതാണ് നമ്മുടെ ജോലി. അനേകർ നീതിമാന്മാരായി എങ്ങനെ തീരും? പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, ചിലർ ആത്മനിയോഗത്താൽ ചില ഇടങ്ങളിലേക്ക് പൗലൂസിനെ പോലെ പോകുമ്പോൾ അയക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോൾ അയക്കപ്പെടണം, പോകണം,
പ്രസംഗിക്കണം, വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം. ഈ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആമേൻ അയക്കപ്പെടണം. ഇന്ന് പലരെയും ദൈവം അയക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് 97 എന്നെ ആലപ്പുഴയിലേക്ക് എറണാകുളത്ത് നിന്ന് കർത്താവ് അയച്ചു. അതിനു മുമ്പ് 91 എന്നെ ദൈവം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചു. ഇത്രയും വർഷങ്ങളായി കേരളത്തിലാണ് ഞാൻ കർണാടകയിലായിരുന്നു. കേരളം എനിക്ക് പൊതുവെ താല്പര്യം ഇല്ലാതെ പോയി. കാരണം അതുപോലെയുള്ള വിഷമങ്ങളും പോലീസ് കേസും ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖങ്ങളുടെ ഓർമ്മകളാണ് കേരളം. അതുകൊണ്ട് ഇതെല്ലാം മറക്കാൻ നാടുവിട്ടവനാണ് ഞാൻ. എന്നാൽ കർണാടക എൻ്റെ നല്ല ഓർമ്മകളുടെ സ്ഥലമാണ്. അവിടെ ജീവിതകാലം ഇനി ശേഷിക്കുന്നത് ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവ് എന്നെ കേരളത്തിലേക്ക് അയച്ചു. കാരണം ഈ സന്ദേശം മലയാളക്കരയ്ക്ക് ഇത് എത്താത്ത പല ഇടങ്ങളുണ്ട്, അവിടെ ആവശ്യമാണ്. എന്നെ കർണാടകയ്ക്കല്ല ആവശ്യം, എന്നെ കേരളത്തിനാണ് ആവശ്യമെന്ന് കർത്താവിന് തോന്നി. എന്നാൽ നല്ല ഭാഷാശൈലിയുണ്ടോ? ഇല്ല. മലയാളിക്ക് പറ്റിയ എന്തെങ്കിലുമുണ്ടോ? പലതുമില്ല. എന്നാൽ ദൈവത്തിനറിയാം ആരെ എവിടെ നിശ്ചയിച്ച് നിയോഗിച്ചാക്കണമെന്ന്. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ ഒരു നല്ല സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി നോക്കണ്ട, തുടങ്ങുക. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളോട് സുവിശേഷം പറയാൻ വലിയ ഒരുക്കങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ളതുപോലെ പറയുക. ഉള്ളതുപോലെ. നമ്മൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ ആരോടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിനെ പക്വതയെന്ന് പറയും. കാരണം നമുക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, മറ്റേത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ നമ്മുടെ ആരംഭകാലത്ത് അങ്ങനെയല്ല. നമുക്കൊരു മെസ്സേജേ ഉള്ളൂ, യേശുവല്ലാതെ വേറെ ആരുമില്ല. ആ കാര്യം നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയുമായിരുന്നു. അങ്ങനെ ജനങ്ങൾ വിടുവിക്കപ്പെടുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. യേശുവിനെക്കുറിച്ച് എല്ലാം അറിയാം. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. യേശു ഒരു നിഴലാണ്, ജോസഫിൻ്റെ നിഴലാണ്. യേശു പൊരുളാണ്. അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അയ്യോ, ഭയങ്കര അറിവാണ്. അറിവ് കൂടി 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 ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര വചന നിശ്ചയമാണ്. എന്നാൽ ആർക്കും ഒരു ഗുണവുമില്ല. എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ പഴഞ്ചൊല്ല് പോലെ, അരണ കടിച്ചാൽ ഉടനെ മരണം, പക്ഷേ അരണ കടിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ആയി മാറുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ സ്റ്റക്കായി പോവും. കൂടുതൽ അറിവ് നമ്മളെ ചേർപ്പിക്കും. എന്നാൽ നമ്മുടെ ആത്മാവ് മറ്റുള്ളവരെ ജീവിപ്പിക്കും. ആത്മാവിൽ നമുക്കറിയാവുന്ന ആ സന്ദേശം, ഒറ്റ സന്ദേശം, യേശു ക്രിസ്തുവിനാൽ എല്ലാവരും നീതിമാന്മാരായിത്തീരും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നീതീകരിക്കപ്പെടും. ഈ വാക്യം ഇന്നലെയും നമ്മൾ ധ്യാനിച്ചതാണ്. എന്നാൽ അവിടെ നിന്ന് ഒന്ന് മാറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. ഒരു വാക്യം തന്നെ 2 ദിവസമോ 100 ദിവസം എടുത്താലും ഒരേ സന്ദേശമായിരിക്കില്ല. അപ്പോൾ അറിയേണ്ടത് എല്ലാവരും നീതിമാന്മാരാകാനുള്ളത് ദൈവം ചെയ്തു കഴിഞ്ഞു. ഗവൺമെൻറ് എല്ലാവർക്കും ഒരു സൗജന്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയെങ്കിൽ അതറിയുന്നവർ അതിലേക്ക് കയറും. അല്ലാത്തവരോ വീണ്ടും പൈസ മുടക്കി, നമ്മെ കൊണ്ടത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പല കാര്യത്തിലും അവർ മാറി നിൽക്കും. ഇപ്പോൾ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കേരളത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഫ്രീ, കോളേജ് വിദ്യാഭ്യാസം ഫ്രീ, MBBS ഫ്രീ, എൻജിനീയറിങ് ഫ്രീ എന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്നിരിക്കട്ടെ. അത് അറിയുന്ന കുട്ടികളാണ് അവരുടെ മാതാപിതാക്കൾ നിമിത്തം ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത്. അല്ലാത്തവർ അവർ പഠിത്തം നിർത്തും, അല്ലെങ്കിൽ അവരെ വേറെ തൊഴിലിന് പോകും. അപ്പോൾ ചില കാര്യങ്ങൾ അറിയണം. അറിയുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുക. അറിയണം. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ്. എന്നാൽ കർത്താവ് നമുക്ക് അതിനുള്ള കൃപ തരും. എല്ലാവരെയും നീതിമാന്മാരാക്കാനുള്ളത് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇത് പറഞ്ഞാൽ മാത്രമേ നടക്കൂ. ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ, എൻ്റെ ദൈവമേ എങ്ങനെ നടക്കും? നിങ്ങൾ പറ, അതിനുള്ള അവസരം ഒരുക്ക്. നല്ല നടപ്പ് നടക്ക്. നിങ്ങളുടെ നല്ല നടപ്പും നിങ്ങളുടെ ദൈവവചനവും നിങ്ങളുടെ പ്രാർത്ഥനയും അവരെ തൊടും. അവർ നീതിമാന്മാരാവും. നിങ്ങൾ നീതിമാന്മാരായെങ്കിൽ
നിങ്ങളുടെ കൂടെയുള്ളവരും നീതിയുള്ളവരായി മാറും. കർത്താവിൽ ആശ്രയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും നീതിമാന്മാരാകാനുള്ള ഒരു സന്ദേശം ഞങ്ങളുടെ വായിൽ അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ക്രൂശിലൂടെ സാധിപ്പിച്ചെടുത്ത ഈ സാധ്യത, ഈ ഫ്രീ ആയിട്ടുള്ള രക്ഷ, സൗജന്യ രക്ഷ മറ്റുള്ളവർ അറിയാതെ പോകുന്ന ഈ അവസ്ഥ മാറട്ടെ. എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അങ്ങ് ഇച്ഛിക്കുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ സമൂഹം മൊത്തം യേശുവിലേക്ക് വരട്ടെ. ഞങ്ങളുടെ പഞ്ചായത്ത്, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി, എല്ലായിടത്തും വലിയ റിവൈവൽ ഞങ്ങൾ മുഖാന്തരം ഈ സദ്വാർത്ത അറിയിക്കുന്നതിലൂടെ ആയിരങ്ങൾ ദൈവകൃപയിലേക്ക് വരട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അത് ചെയ്യാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഇവർ മുഖാന്തരം അവരുടെ ഫാമിലി മുഴുവനും നീതിമാന്മാരായി തീരട്ടെ. അവരുടെ ദേശം, സമൂഹം മുഴുവനും നീതിമാന്മാരായി തീരാൻ അവിടുന്ന് വെച്ചിരിക്കുന്ന ആ സത്യം ഇവരിലൂടെ നടപ്പിലാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാനിത് വിശ്വസിക്കുന്നു. ഇത് കേട്ട നിങ്ങൾ നിമിത്തം നിങ്ങളുടെ സമൂഹം മുഴുവനും ഒന്നിച്ച് രൂപാന്തരപ്പെടും. ഞാൻ അങ്ങനെ തന്നെ അതിനെ പ്രഖ്യാപിക്കും. നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ വായിൽ ആ സന്ദേശമുണ്ട്. നിങ്ങളെല്ലാം പഠിച്ചിട്ട്, എല്ലാ ദൈവവചനത്തിൻ്റെ മേഖലകളും പഠിച്ചിട്ട് പറയാൻ നിൽക്കാതെ ആരംഭിക്കുക. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ അനുഗ്രഹത്തിലേക്ക് വരുന്നത് നിങ്ങൾ കാണും. നാളെ ഇതേ സമയത്ത് കാണാം. God bless you. സർവ്വലോകം നിൻ സ്തുതിയാർത്തിടും, ഉള്ളങ്ങൾ നിറഞ്ഞിടും, ഹസ്തികൾ പാടും യാഹേ. മഹോന്നതൻ നീയേ, സർവ്വലോകം നിൻ സ്തുതിയാർത്തിടും, ഉള്ളങ്ങൾ നിറഞ്ഞിടും, ഹസ്തികൾ പാടും യാഹേ. മഹോന്നതൻ നീയേ, സർവ്വലോകം സർവ്വലോകം നിൻ സ്തുതി ആർത്തിടും, ഉള്ളങ്ങൾ നിറഞ്ഞിടും, ഹസ്തികൾ പാടും യാഹേ. മഹോന്നതൻ നീയേ, സർവ്വലോകം സർവ്വലോകം നിൻ സ്തുതി ആർത്തിടും, ഉള്ളങ്ങൾ നിറഞ്ഞിടും, ഹസ്തികൾ പാടും യാഹേ. മഹോന്നതൻ നീയേ. It's your blood, it's your blood in our lungs. So we pour out our praise, we pour out our praise. It's your blood in our lungs. So we pour out our praise to you only. It's your blood in our lungs. So we pour out our praise, we pour out our praise. It's your blood in our lungs. So we pour out our praise to you only. Mahonnadan niye. Jesus. Mahonnadan niye. Mahonnadan